BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വരുന്ന മാർച്ച് 16-ന്. മുൻകാലത്ത് ഇത്തരം തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമില്ലായിരുന്നുവെങ്കിലും ഇന്ന് ഇത് മാറി. പല സംസ്ഥാനങ്ങളിലും മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒഡീഷയിൽ അത്തരത്തിലുള്ളൊരു നീക്കുപോക്ക് വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശ്വാസമേകുന്ന വാർത്തയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ കക്ഷികളായ ബിജു ജനതാദൾ എന്ന BJDയും കോൺഗ്രസും ഒരു പൊതു സ്ഥാനാർത്ഥിക്കായി കൈകോർത്തു എന്ന വാർത്തകൾ ഒഡീഷയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ലക്ഷ്യം ഒന്ന് മാത്രമാണ്, BJPയുടെ പതനം. അതിന്റെ അലയൊലികൾ ദേശീയ രാഷ്ട്രീയത്തിലും മുഴങ്ങുകയാണ്. ഇന്ത്യ സഖ്യത്തിലേക്ക് നവീൻ പട്നായിക്കും പാർട്ടിയും ഇനി വരുമോ എന്നതാണ് അറിയേണ്ടത്. ഏറെക്കാലം സംസ്ഥാനം ഭരിച്ച നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJD 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്നും പുറത്തായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി BJP സ്വന്തം നിലയ്ക്ക് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ BJDയുടെ പ്രസക്തിയും പ്രതീക്ഷയും തകർത്ത തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് ഒഡീഷയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത്. അന്ന് ഒരൊറ്റ MPമാരെ പോലും BJDക്ക് ലോക്സഭയിലേക്ക് അയക്കാനായില്ല. BJDക്ക് നിലവിൽ MPമാരുള്ള രാജ്യസഭയിൽ മാത്രമാണ്. ഇനി BJP ഇങ്ങനെ വിട്ടാൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് കണ്ടാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസിനോട് അടുക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ BJPയോട് പരാജയപ്പെടുന്നവരെ സംസ്ഥാനത്ത് ദീർഘകാലം ആധിപത്യം പുലർത്തിയിരുന്ന BJD രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഹകരിക്കുന്നത് ഇതാദ്യമായാണ്. ഒഡീഷയിൽ 4 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. നിലവിലെ അംഗബലം അനുസരിച്ച് BJPക്ക് 2ഉം ബിജു ജനതാദളിന് ഒരാളെയും രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാം. എന്നാൽ 147 അംഗങ്ങളുള്ള സംസ്ഥാന നിയമസഭയിൽ 4ാമത്തെ സീറ്റ് ജയിപ്പിക്കാൻ ഇരു പാർട്ടികൾക്കും സ്വന്തം നിലയ്ക്ക് കഴിയില്ല. ഇവിടെയാണ് കോൺഗ്രസുമായി CPMുമായി BJD കൈകോർക്കുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും രാജ്യസഭാ സീറ്റിൽ വിജയിക്കാൻ കുറഞ്ഞത് 30 MLAമാരുടെ എങ്കിലും വോട്ട് ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ 78 MLAമാരുള്ള BJPക്ക് ഒഴിവ് വരുന്ന 2 രാജ്യസഭാ സീറ്റുകൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. 48 MLAമാരുള്ള BJDക്ക് ഒരാളെയും പറഞ്ഞേക്കാം. കോൺഗ്രസിന് അവിടെ 14 MLAമാർ മാത്രമുള്ളൂ. CPMന് ഒരു MLAയുണ്ട്. സ്വതന്ത്രരായി 3 MLAമാരുമുണ്ട്. ഇവർക്ക് സ്വന്തം നിലയ്ക്ക് ജയിപ്പിക്കാനായില്ല. ഈ സാഹചര്യത്തിലാണ് BJD കോൺഗ്രസിന്റെ സഖ്യത്തിലേക്ക് എത്തുന്നത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ നവീൻ പട്നായിക്കും ഒഡീഷ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഭക്തചരൺ ദാസും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ 14 MLAമാരുടെ പിന്തുണയിൽ കണ്ണുവെച്ചാണ് BJD കോൺഗ്രസിന്റെ കാല് പിടിക്കാൻ പോകുന്നത്. ഇതിനായി ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായും സംസ്ഥാന അധ്യക്ഷൻ ഭക്തചരൺ ദാസുമായും വിഷയം ചർച്ച ചെയ്ത ശേഷം നവീൻ പട്നായിക്ക് തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത്. പ്രമുഖ യൂറോളജിസ്റ്റ് ഡോക്ടർ ദത്തേശ്വർ ഹൊത്തയാണ് BJD മുന്നോട്ട് വെച്ചത്. അഭിപ്രായ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ BJPക്കാണ് പണി പാളിയതായി ബോധ്യമായിരിക്കുന്നത്. എങ്കിലും 4ാമത്തെ സീറ്റിനായി BJPയും വിടാതെ രംഗത്തുണ്ട്. പ്രമുഖ ഹോട്ടൽ ഉടമയും മുൻ കേന്ദ്രമന്ത്രിയുമായ ദിലീപ് റേയാണ് BJP പിന്തുണയോടെ എത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. 4 സീറ്റുകളിൽ 3 എണ്ണം ഉറപ്പാക്കാനുള്ള പാർട്ടിയുടെ തന്ത്രങ്ങളെക്കുറിച്ച് അമിത് ഷാ സംസ്ഥാന നേതാക്കളുമായി പങ്കുവെക്കുകയും കുതിരക്കച്ചവടത്തിന്റെ സാധ്യതകളും പറയപ്പെടുന്നുണ്ട്. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ BJD കോൺഗ്രസ് സഖ്യത്തിന് 4ാം സീറ്റ് സ്വന്തമാക്കാം. BJPയുമായുള്ള ബന്ധം 2009 അവസാനിപ്പിച്ചതു മുതൽ കാവി പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഒരുപോലെ അകലം പാലിക്കുക എന്ന നിലപാടായിരുന്നു നവീൻ പട്നായിക്കിനുണ്ടായിരുന്നത്. എന്നാൽ BJPയെ പിണക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. പോരാത്തതിന് പല സുപ്രധാന ഘട്ടങ്ങളിലും നരേന്ദ്രമോദി സർക്കാരിനെ BJD പിന്തുണച്ചിട്ടുണ്ട്. 2017ലെയും 2022ലെയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ, പൗരത്വ ഭേദഗതി നിയമം, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെയും മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്മാരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട നിയമം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നതിലൊക്കെ BJPക്കായി BJD വടി എടുത്തിരുന്നു. ഒടുവിൽ അതേ വടി കൊണ്ട് അടിയേറ്റ് BJD വീണതോടെയാണ് ഇപ്പോൾ കോൺഗ്രസിന് കൈകൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.